ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ സെയിൽ ചെയ്യുന്ന സ്ക്രഞ്ചീസിൻ്റെ മെഷർമെൻറ്റ് നോക്കാം. അതിൻ്റെ മെഷർമെൻറ്റും കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും അതുപോലെ എലാസ്റ്റിക് എത്ര എടുക്കണമെന്നും ഏതൊക്കെ സൈസിലാണ് സ്ക്രഞ്ചീസ് ഞാൻ സെയിൽ ചെയ്യണമെന്നും ഒക്കെയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. സ്മാൾ സൈസ് സ്ക്രഞ്ചീസാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അപ്പോൾ ഇത് സാറ്റിനാണ് ഞാൻ ചെയ്യണത്. സാറ്റിൻ അല്ലാതെ നിങ്ങൾക്ക് ജോർജറ്റ് ആണെങ്കിലും കോട്ടനും ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. സെയിം അളവാണ്. അപ്പോൾ സാറ്റിൻ്റെ ക്ലോത്ത് എടുക്കുക. വിഡ്ത്ത് 3 ഇഞ്ച്, ലെങ്ത്ത് 42 ഇഞ്ച്. അതിൽ കൂടുതൽ നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷേ 42 ഇഞ്ച് എടുത്താൽ തന്നെ അത്യാവശ്യം നല്ല വലിപ്പം ഉണ്ടാവും. ഞാനിപ്പോൾ അത് എൻഡ് വരെ എടുത്തിരിക്കുകയാണ്. അത്രയാണ് അത് ടോട്ടൽ ലെങ്ത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് ഫുള്ളായിട്ട് എടുത്തു. പിന്നെ ഇതിന് എലാസ്റ്റിക് വരുന്നത് 7 ഇഞ്ചാണ്. 7 ഇഞ്ചിൻ്റെ എലാസ്റ്റിക്കാണ്. അത് 4 ഇഞ്ചല്ല, 4 ഇഞ്ചിനെക്കാട്ടിലും ചെറിയ എലാസ്റ്റിക്കാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ സാധാരണ ഷോപ്പിലൊക്കെ ചോദിക്കുമ്പോൾ 4 ഇഞ്ചാണ് നമുക്ക് കിട്ടുക. അപ്പോൾ 4 ഇഞ്ചും ഈ എലാസ്റ്റിക്കും തമ്മിൽ ഇതേപോലെ ഇത്രയും ഡിഫറൻസിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നോക്കി വാങ്ങിക്കുക. ഞാൻ ഓൺലൈനിൽ നിന്നാണ് വാങ്ങിയത്. പിന്നെ ഇതേപോലെ നമ്മൾ ആദ്യം 2 അറ്റം വെച്ചിട്ട് അതിൻ്റെ റോങ് സൈഡിൽ നമ്മൾ അടിച്ചു കൊടുക്കണം. ഇനി ഇത് ഫുള്ളായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്യണം. വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ചെയ്യുക. എന്നിട്ട് അടിക്കുക. അത് നല്ലോണം അറ്റത്ത് വെച്ചിട്ട് അടിക്കും ചെയ്യരുത്. കാരണം സാറ്റിൻ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ നൂല് ചിലപ്പോൾ ഇങ്ങനെ പിന്നി പോരും. അപ്പോൾ കുറച്ചിങ്ങോട്ട് അറ്റത്തുനിന്ന് കയറ്റി സ്റ്റിച്ച് ചെയ്യുക. എന്നാൽ നല്ലോണം ഇങ്ങോട്ട് ആക്കും ചെയ്യരുത്. അപ്പോൾ നമ്മൾ സ്ക്രഞ്ചീസിൻ്റെ വീതി കുറയും. പിന്നെ ഈ സ്മാൾ സൈസ് സ്ക്രഞ്ച് നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോൾ നമുക്ക് റൗണ്ട് വരുന്നത് ഒരു 3 ഇഞ്ച് റൗണ്ടാണ് കേട്ടോ വരിക. ലാസ്റ്റ് ഫുള്ള് നമ്മൾ ഫിനിഷിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റിച്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഇങ്ങനെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ അതിങ്ങനെ വലിച്ചെടുത്തിട്ട് അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചെയ്യുക. അത് നമ്മൾ അടിയത്തെ ഇതിൽ കൂട്ടി സ്റ്റിച്ച് ചെയ്യണുണ്ടോ എന്നൊക്കെ നോക്കണം. അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അയക്കേണ്ടി വരും, സ്റ്റിച്ച് ചെയ്യേണ്ടി വരും, അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ ഒന്നിങ്ങനെ ശ്രദ്ധിച്ച് അടിച്ചു കൊടുക്കുക. വലിച്ച് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് ഒരു ലെയറായിട്ട് കിടക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിൽ തട്ടാതെ നോക്കി അങ്ങനെ സ്റ്റിച്ച് ചെയ്യാം. റിസ്ക് ഒന്നുമില്ല, ഈസിയാണ് ചെയ്യാൻ. ഇപ്പോൾ ഇത് ലാസ്റ്റിക്ക് എത്താനായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്മാൾ സ്ക്രഞ്ചീസ് ആകുമ്പോൾ ഈ ലാസ്റ്റ് ആകുമ്പോൾ കുറച്ചൊരു പണിയാണ്. കാരണം വിഡ്ത്ത് ഭയങ്കര കുറവാണല്ലോ, 3 ഇഞ്ചാണല്ലോ. അതിൽ നമ്മൾ സ്റ്റിച്ചും വരുന്നുണ്ട്. അപ്പോൾ വീതി കുറവായത് കാരണം തന്നെ ഇങ്ങനെ വലിച്ചെടുക്കുമ്പോൾ ഒരു നല്ല ടൈറ്റായിട്ട് ഇങ്ങനെ നിൽക്കുന്ന പോലെ തോന്നും. പക്ഷേ ലാർജും എക്സലും ഒക്കെ ആണെങ്കിൽ ഈ ഒരു പ്രശ്നം വരുന്നില്ല. അത് കുറച്ച് വീതി ഉണ്ടാവുകൊണ്ട് പെട്ടെന്ന് നമുക്ക് വലിച്ചെടുക്കാനൊക്കെ പറ്റും. അപ്പോൾ അതാ ലാസ്റ്റിക് ആകുമ്പോൾ അതേപോലെ കൊടുക്കുക. ഇങ്ങോട്ട് വേണമെങ്കിൽ അവിടെ ഒരു കെട്ടിട്ട് കൊടുക്കാം. കാരണം പെട്ടെന്ന് അഴിഞ്ഞു പോരാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പണിയൊന്നുമില്ല. ഇതാ ഇത്രേ ഉള്ളൂ. അപ്പോൾ അവിടെ ചെറിയൊരു ഹോളുണ്ട്. നമുക്ക് എലാസ്റ്റിക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഹോളാണ്. അപ്പോൾ 7 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് എലാസ്റ്റിക്. നമ്മൾ പറഞ്ഞിരുന്നല്ലോ വീഡിയോയിൽ. ഒരു പിൻ എന്തെങ്കിലും വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ ഇട്ട് കൊടുക്കുക. ഇനി എലാസ്റ്റിക്കിൻ്റെ 2 അറ്റം കൂടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി എലാസ്റ്റിക് ഇടാൻ വേണ്ടിയിട്ടുണ്ടായിരുന്ന ആ ഒരു ഹോൾ ഉണ്ടല്ലോ, നമ്മൾ സ്റ്റിച്ച് ചെയ്യാത്ത ഭാഗം, അത് ജസ്റ്റ് മുകളിൽ കൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അത് ചെറുതായിട്ട് അറ്റത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്താൽ മതി. അത് അറിയൊന്നുമില്ല, അത് പുറത്തേക്കാണെന്ന് അറിയൊന്നുമില്ല. സെയിം നൂലുകൊണ്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്റ്റിച്ച് ചെയ്തിരിക്കണം എവിടെയെന്നൊന്നും അറിയില്ല. പിന്നെ സ്ക്രഞ്ചീസ് ആയതുകൊണ്ട് ഇങ്ങനെ
ഇങ്ങനെ കൂടി കൂടി നിൽക്കല്ലേ ക്ലോത്ത്, അതുകൊണ്ട് ആ സ്റ്റിച്ച് അറിയൊന്നുമില്ല. ഇനി ഒന്ന് ലെവലാക്കി കൊടുക്കുക, ഒന്ന് നന്നായിട്ടൊന്ന് ലെവലാക്കി കൊടുത്ത് നൂലൊക്കെ ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് കൊടുക്കുക. കാരണം സാറ്റിൻ ആയതുകൊണ്ട് തന്നെ സാറ്റിനും ജോർജറ്റിനും അധികം ഇങ്ങനെ നൂലുകൾ ഇങ്ങനെ നിൽക്കും, സാറ്റിന് കുറച്ച് കൂടുതലായിട്ട് നൂല് നിൽക്കും. അപ്പോൾ ആ നൂലൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മളിപ്പോൾ സെയിൽ ചെയ്യുകയാണെന്നുവെച്ചെങ്കിൽ അല്ല നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിലും ആ നൂലിങ്ങനെ പോന്നുകൊണ്ടിരിക്കും. പിന്നെ ആ നൂലിൽ നമ്മൾ പിടിച്ച് വലിക്കുമ്പോൾ അത് ക്ലോത്തിനും സാറ്റിനും ഒന്നും നല്ലതല്ല, പെട്ടെന്ന് അത് ചീത്തയായി പോകും. അപ്പോൾ നമ്മൾ സ്മാൾ സൈസിലുള്ള സ്ക്രഞ്ചീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മീഡിയം സൈസിലുള്ള സ്ക്രഞ്ചീസ് നോക്കാം. ഞാൻ കൂടുതലായിട്ട് സ്റ്റിച്ച് ചെയ്യണത് മീഡിയം സൈസിലുള്ളതാണ് കേട്ടോ. കാരണം മീഡിയം സൈസിലുള്ളതാണ് ഒരു നല്ലൊരു ഭംഗിയാണ് മീഡിയം സൈസിലുള്ള സ്ക്രഞ്ചീസ് കാണാൻ. അതുകൊണ്ട് തന്നെ അധികം എല്ലാ കളറും മീഡിയം സൈസിൽ ഞാൻ സ്റ്റിച്ച് ചെയ്യാറുണ്ട്. ഇത് വരുന്നത് മെഷർമെൻറ്റ് വരുന്നത് 4 ഇഞ്ചാണ് വിഡ്ത്ത് വരുന്നത്. ലെങ്ത്ത് 42 ഇഞ്ച് തന്നെ എടുത്താൽ മതി. പിന്നെ ഞാൻ ആ ക്ലോത്ത് എത്രത്തോളം നീളമുണ്ടോ അത് ഫുള്ളായിട്ട് ഞാൻ ലെങ്ത്തായിട്ട് എടുക്കലുണ്ട് കേട്ടോ. ഇതിപ്പോൾ 44.5 ഇഞ്ച് വരുന്നുണ്ട്, അപ്പോൾ ഞാനത് ഫുള്ളായിട്ട് എടുക്കലുണ്ട്. ഇനി നമ്മൾ സ്മാള് ചെയ്ത അതേ പ്രൊസീജിയറാണ്. അപ്പോൾ അത് അത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും ഇനി കാണിക്കില്ല. ഇനി അതിൻ്റെ ലെങ്ത്തും വിഡ്ത്തും പിന്നെ എലാസ്റ്റിക് എല്ലാ സ്ക്രഞ്ചീസിനും സെയിം എലാസ്റ്റിക്കാണ് യൂസ് ചെയ്യണത്. 7 ഇഞ്ച് തന്നെയാണ് യൂസ് ചെയ്യണത്. അതുപോലെ സൈസും തന്നെ സെയിം തന്നെ യൂസ് ചെയ്യണത്. 4 ഇഞ്ചിനെക്കാട്ടിലും ചെറിയ ഇഞ്ച് അതാണ് യൂസ് ചെയ്യണത്. അപ്പോൾ മീഡിയം സൈസിലുള്ള സ്ക്രഞ്ചീസും റെഡി ആയിട്ടുണ്ട്. ഇത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ മീഡിയം സൈസ്. ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ലാർജ് സൈസിലുള്ള സ്ക്രഞ്ചീസാണ്. ഇത് കുറച്ച് നല്ല കട്ടിയുള്ള മുടിയൊക്കെ ആണെന്നുവെച്ചെങ്കിൽ ലാർജ് സൈസ് നല്ല ഭംഗിയാണ് ഇടാൻ. ലാർജും എക്സലും ഒക്കെ നല്ല കട്ടിയുള്ള മുടിയുള്ള ആൾക്കാർക്ക് ഇട്ടാൽ നല്ല ഭംഗിയായിരിക്കും. പിന്നെ 2 ചുറ്റായിട്ട് ഇടുകയാണെന്ന് വെച്ചെങ്കിലും നല്ല ഭംഗിയാണ്, കട്ടി കുറവുള്ള മുടിയാണെങ്കിലും. ഇതിൻ്റെ മെഷർമെൻറ്റ് വരുന്നത് 5 ഇഞ്ചാണ് വിഡ്ത്ത് വരുന്നത്. ലെങ്ത്ത് വരുന്നത് 42 ഇഞ്ച് തന്നെയാണ് വരുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞല്ലോ ആ ക്ലോത്ത് എത്രയാണോ ലെങ്ത്ത് ഉള്ളത് അത് ഫുള്ളായിട്ട് നമ്മൾ അങ്ങോട്ട് എടുക്കുക ചെയ്യുക. ഇനി സ്റ്റിച്ചിങ്ങും അത് എങ്ങനെ ചെയ്യണം എന്നൊക്കെ നമ്മൾ സ്മാളിൽ പറഞ്ഞ സെയിം തന്നെയാണ്. പിന്നെ എലാസ്റ്റിക് വരുന്നത് 7 ഇഞ്ച് തന്നെയാണ്. അപ്പോൾ ലാർജ് സൈസുള്ള സ്ക്രഞ്ചീസ് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ നമ്മുടെ ലാർജ് സൈസിലുള്ള സ്ക്രഞ്ചീസും റെഡി ആയിട്ടുണ്ട്. ഇത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ, നല്ല കളറാണെങ്കിൽ നല്ല ഭംഗിയാണ്. പിന്നെ ഏത് സ്ക്രഞ്ചീസ് ആണെങ്കിലും സ്റ്റിച്ചിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ നൂലൊക്കെ കട്ട് ചെയ്ത് നല്ല വൃത്തിയാക്കി കൊടുക്കുക, അപ്പോഴേ കാണാനൊക്കെ നല്ല ഭംഗി ഉണ്ടാവുള്ളൂ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സൽ സൈസുള്ള സ്ക്രഞ്ചീസാണ്. ഇത് അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു സ്ക്രഞ്ചിയാണ് കേട്ടോ, കാണാൻ നല്ല ഭംഗിയാണ്. മെഷർമെൻറ്റ് വരുന്നത് വിഡ്ത്ത് 6 ഇഞ്ചും ലെങ്ത്ത് 42 ഇഞ്ചാണ് വരുന്നത്.
ഇപ്പോൾ ഇതുവരെ നമ്മൾ ചെയ്ത സ്മാൾ ആണെങ്കിലും മീഡിയം ആണെങ്കിലും ലാർജും എക്സലും എല്ലാറ്റിനും 42 തന്നെയാണ് ലെങ്ത്ത് വരുന്നത്. പിന്നെ എലാസ്റ്റിക് വരുന്നത് 7 ഇഞ്ച് തന്നെയാണ്. അപ്പോൾ നമുക്ക് സ്ക്രഞ്ചീസ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ചിങ് ഒക്കെ നിങ്ങൾക്ക് അറിയാലോ, ഈ വീഡിയോൻ്റെ ഫസ്റ്റ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ എക്സൽ സൈസിലുള്ള സ്ക്രഞ്ചീസും റെഡി ആയിട്ടുണ്ട്. ഇത് കാണാൻ നല്ല ഭംഗിയാട്ടോ. ഇനി വരുന്നതാണ് മിനി സൈസ് സ്ക്രഞ്ചീസ്. ഇതിൻ്റെ മെഷർമെൻറ്റ് ഫുള്ള് മാറ്റം വരുന്നുണ്ട്. ബാക്കിയുള്ള എല്ലാതും ഒരു സെയിം പാറ്റേണിൽ വന്ന പോലെയാണ് വെച്ചെങ്കിൽ ഇത് ഒരു ഡിഫറെൻ്റാണ്. ഇതങ്ങനെ അധികം ആരും അങ്ങനെ യൂസ് ചെയ്യലും ഇല്ല കേട്ടോ, മിനി സൈസിലുള്ളത്. അപ്പോൾ ഇതിൻ്റെ മെഷർമെൻറ്റ് വരുന്നത്, വിഡ്ത്ത് വരുന്നത് 4.5, ലെങ്ത്ത് വരുന്നത് 22. ഇതാണ് വരുന്നത്. വിഡ്ത്ത് 4.5 ഇഞ്ചും ലെങ്ത്ത് 22 ഇഞ്ചുമാണ് വരുന്നത്. പക്ഷേ സ്റ്റിച്ചിങ് ഒക്കെ സെയിം തന്നെ വരുന്നത്. എലാസ്റ്റിക് സൈസും 7 ഇഞ്ച് തന്നെയാണ്, സെയിം ആണ് വരുന്നത്. വേറൊരു മാറ്റമില്ല. ഈ ലെങ്ത്തും വിഡ്ത്തിനും ചെറിയൊരു ഡിഫറൻറ്റ് വരുന്നുണ്ട്. അത് വിഡ്ത്ത് എല്ലാറ്റിനും ഡിഫറൻറ്റ് വരുന്നുണ്ട്, പക്ഷേ ലെങ്ത്ത് എല്ലാറ്റിനും സെയിം ആയിട്ടാണ് വന്നിരുന്നത്. അത് മിനി സൈസിന് മാറ്റം വരുന്നുണ്ട്, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ മിനി സൈസിലുള്ള സ്ക്രഞ്ചീസും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ സൈസിലും ഉള്ള സ്ക്രഞ്ചീസും മെഷർമെൻറ്റും സ്റ്റിച്ചിങ്ങും ഒക്കെ കണ്ടു. സ്മാൾ, മീഡിയം, ലാർജ്, എക്സൽ, മിനി സൈസ് ഇതെല്ലാം നമ്മളിന്ന് കണ്ടുപഠിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.